സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മസ്ലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായത്. എനിക്ക് ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ തന്നെ ഭയങ്കര മുഖമൊക്കെ ആകെ മാറും. ചിലപ്പോ അതിൽ നിന്നെല്ലാം മാറി ഞാൻ തന്നെ മാറ്റി എടുക്കുന്നത് തന്നെ. ഇല്ല, പറ്റും, നമ്മൾ തന്നെ ഉള്ളൂ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ. വീഡിയോയിൽ അയാളെ പറ്റി തന്നെയാണ് മസ്ലിൻ പറയുന്നത്. ഒരു കാലത്ത് ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യാനായിട്ട് മടിച്ചു നിന്നിരുന്ന അയാൾ പതിയെ സ്വയം മാറ്റിയെടുത്ത ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് അയാൾ പറയുന്നത്. അയാളുടെ ഒരു പരിശ്രമം മാത്രമാണ് അയാളെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മലയാള സിനിമയുടെ ഒരു മെയിൻ ആക്ടറായിട്ട് അയാളെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചാൽ നമ്മളെ ശരിക്കും പുറകോട്ട് വലിക്കുന്ന എന്താണ്? അത് പലപ്പോഴും ചുറ്റുമുള്ള സാഹചര്യങ്ങളോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ ഒന്നുമല്ല. അത് നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസക്കുറവാണ്. സ്വന്തം ഭയത്തെ അതിജീവിച്ച് തന്നിലുള്ള കഴിവിനെ വിശ്വസിച്ച് മുന്നോട്ട് നടക്കാൻ നസ്ലിൻ കാണിച്ച ധൈര്യം മലയാള സിനിമയ്ക്കാണ് ശരിക്കും ഒരു നേട്ടമായി മാറിയത്. നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് നസ്ലിൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. മറ്റുള്ളവരുടെ പ്രശംസകൾ എപ്പോഴും വേണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് കരുത്തേകും. ലോകം നിങ്ങളെ വിലയിരുത്തുന്നതിന് മുമ്പ് നിങ്ങളെ വിശ്വസിക്കാൻ പഠിക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. ജസ്റ്റ് നോട്ട് ദ പോയിന്റ്.